ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബൂത്തിലെത്തുക. ആകെ 1279 സ്ഥാനാർത്ഥികളുടെ വിധിയാകും. 14,21,69,000 വോട്ടർമാർ നിശ്ചയിക്കുക. ആകെയുള്ള 1,70,70,664 പോളിംഗ് ബൂത്തുകളിലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നു? ഒപ്പം തന്നെ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായാണ് രാജ്യം ഇന്ന് തയ്യാറെടുത്തിരിക്കുന്നത്. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. മാവോയിസ്റ്റ് ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിൽ 6 മണി വരെയും, ഉള്ള സ്ഥലങ്ങളിൽ 4 മണി മുതൽ 4 മണിക്കും 5 മണിക്കും വോട്ടെടുപ്പ് അവസാനിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 14,20,00,000 വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 1,70,000 ബൂത്തുകളാണ് ഇവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളാണ് ഇന്ന് ബൂത്തിലെത്തുന്നത് എന്നതാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ 25ഉം തെലങ്കാനയിലെ 17ഉം മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ബൂത്തിലെത്തുന്ന സംസ്ഥാനങ്ങൾ. മറ്റു സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജമ്മു കാശ്മീർ അടക്കമുള്ള ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലും കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ 20 സംസ്ഥാനങ്ങൾ ഒരേപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആദ്യഘട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിർഭയമായി പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണൻ, അതേസമയം തന്നെ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രത്യേകം ശ്രദ്ധയിൽ വരുത്തുക? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമുണ്ടായ മാവോയിസ്റ്റ് ആക്രമണങ്ങളെ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ രണ്ടാമത് ഒരു തവണ കൂടി വിലയിരുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശിൻ്റെ ചില മേഖലകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 2 മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഭീകരവാദ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ബാരാമുള്ളയിലും ജമ്മുവിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ സൈന്യ വിന്യാസവും നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടി സൈനികരെയും അർദ്ധസൈനികരെയും വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ നിലപാട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് എല്ലാവർക്കും നിർഭയമായിട്ട് വോട്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണികളോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനമോ ഉണ്ടായാൽ അതിനെ അതിശക്തമായിട്ട് അതിജീവിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്ന അഭ്യർത്ഥനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പിനായി രാജ്യം ഒരുങ്ങിയിരിക്കുന്നു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് നടക്കുക. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് രാധാകൃഷ്ണൻ നൽകിയത്.